നമസ്കാരം. കലിയുഗ ജ്യോതിഷൻ്റെ പ്രണാമം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പൂജകളെയും കർമ്മങ്ങളെയും കുറിച്ചാണ്. അപ്പോൾ പൂജകളും കർമ്മങ്ങളും കലിയുഗത്തിൽ ഫലം കുറവായി കാണുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നുവെച്ചാൽ പല വ്യക്തികളും അതിനെക്കുറിച്ച് ഇവിടെ വന്ന് പറയാറുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ കലിയുഗത്തിൽ വ്യക്തിക്ക് പ്രാധാന്യം കൂടുതലാണ്. വ്യക്തി നന്നാവാതെ ഈശ്വര ചൈതന്യം നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കലിയുഗത്തിനൊരു പ്രത്യേകത തന്നെയുണ്ട്. ആചാര്യന്മാര് കലിയുഗത്തിന് ഒരു പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ ഏറ്റവും നീചമായി പെരുമാറുന്ന ഒരവസ്ഥയാണ്, ഒരു യുഗമാണ് കലിയുഗം. അപ്പോൾ കലിയുഗത്തിൽ ദൈവാംശം അല്ലെങ്കിൽ പൂജ കർമ്മം, ഈ പൂജാ കർമ്മമെല്ലാം ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് ചെയ്യുന്നത്. എല്ലാ പൂജാ കർമ്മവിധികളും ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളുടെയും സന്തോഷത്തിനും ഐശ്വര്യത്തിനും സമാധാനത്തിനും നന്മയ്ക്കും വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ചെയ്യണം. അതിനാദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം നിങ്ങളെ ശുദ്ധീകരിക്കുക. ഒരു ക്ലാവ് പിടിച്ചിരിക്കുന്ന പാത്രത്തിൽ എത്ര പാലൊഴിച്ചാലും അത് പിരിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഓട്ട ഗ്ലാസ്സാണ്, 1 ലിറ്ററിൻ്റെ ഒരു ഗ്ലാസ്. അപ്പം നമ്മൾ 1 ലിറ്റർ വെള്ളം അതിനകത്ത് ഒഴിച്ചു. അപ്പം സാധാരണ ഗ്ലാസ് ആണെങ്കിൽ അത് നിറയണം. ഒരു 10 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടും ആ ഗ്ലാസ് നിറയുന്നില്ലെങ്കിൽ ആ ഗ്ലാസ്സിന് എന്തോ കുഴപ്പമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഓട്ട ഗ്ലാസ് ആയിരിക്കും. അപ്പോൾ ഓട്ട അടച്ചതിന് ശേഷം മാത്രമേ ആ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കാവൂ. അതുപോലെ ഭൗതികമായി നമ്മളിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം മാത്രമേ അവിടെ പോസിറ്റീവ് എനർജി വരികയുള്ളൂ. അതായത് ചവറ് കിടക്കുന്ന സ്ഥലത്ത് എത്ര നല്ല സാധനം കൊണ്ടിട്ടാലും, ഇപ്പോൾ തിരുവനന്തപുരത്ത് പാർവതി പുത്തനാറുണ്ട്, അത് മലിനമാണ്. ആ മലിനമെല്ലാം വാരി കോരി മാറ്റാതെ അവിടെ എത്ര ഗംഗാജലം കൊണ്ടൊഴിക്കുകയോ എത്ര നല്ല വെള്ളം പമ്പ് ചെയ്ത് വിട്ടാൽ പോലും അവിടെ ശുദ്ധി ഉണ്ടാവില്ല. അപ്പോൾ ആ ഓട ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമാണ് അവിടെ ജലം നിറയ്ക്കുക. അതുപോലെയാണ് നമ്മളിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് പൂർണ്ണമായി മാറ്റിയതിന് ശേഷമാണ് പൂജാകർമ്മങ്ങൾ ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം, ഇപ്പോൾ ഹിന്ദുമത ആചാരപ്രകാരമാണെങ്കിൽ മൂദേവി ഉള്ളിടത്ത് മഹാലക്ഷ്മി വരില്ല, മഹാലക്ഷ്മി ഉള്ളിടത്ത് മൂദേവിയും വരില്ല. അപ്പോൾ അങ്ങനെയാണ് ഹിന്ദുമതം. അവനവൻ്റെ വിശ്വാസം അവനവന് വലുതാണ്. എല്ലാ മതങ്ങളും, ലോകത്തുള്ള എല്ലാ മതങ്ങളും അത് തന്നെയാണ് പറയുന്നത്. ഏത് ഗ്രന്ഥങ്ങൾ വായിച്ചാലും, ഖുറാനായാലും ബൈബിളായാലും വേദങ്ങളായാലും എന്തു തന്നെ ആയാലും അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് രചിച്ചിട്ടുള്ളത്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മനുഷ്യന് അതിനെക്കുറിച്ച് അറിവില്ലാത്തത്. ഏതൊരു മതവും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് എല്ലാ കാര്യങ്ങളും ആ വേദങ്ങളിലായാലും ഖുറാനിലായാലും ബൈബിളിലായാലും രചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളെ ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സത്കർമ്മം ചെയ്താൽ ഫലം കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് കലിയുഗ ജ്യോതിഷൻ്റെ നമസ്കാരം.